ഷിബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. ഇന്ന് നമുക്ക് മൂംഗ് ദാൽ ഭജിയ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഭജിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 250 ഗ്രാം മൂംഗ് ദാലാണ് എടുത്തിരിക്കുന്നത്. 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിത് കുതിരാൻ വെച്ചിരുന്നു. ഒരു 4 മണിക്കൂറിന് ശേഷം നല്ലതുപോലെ കുതിർത്തി കഴുകിയെടുത്ത പരിപ്പാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി മസാലകൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം 2-3 പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്നതായ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഭജിയയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കൂടെ തന്നെ ജീരകവും സോഡാപ്പൊടി അത് 1/4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ കുറച്ച് തരിയോടുകൂടെ തന്നെ നമുക്കിത് അരച്ചെടുക്കണം. തീരെ അങ്ങ് അരഞ്ഞു പോകരുത്. ഇതിൻ്റെ ഈ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് ഭജിയ ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കൈ നല്ലതുപോലെ നനച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും, അപ്പോൾ അതൊക്കെ നമ്മളത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മൂംഗ് ഇവിടെ ഭജിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു വേറൊരു ബൗളിലേക്ക് അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാവുന്നതാണ്. ബാക്കി വന്ന എണ്ണയിലേക്ക് ബാക്കിയുള്ള ബാറ്റർ നമുക്കിതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ സൈഡ് ഇതേപോലെ തിരിച്ചു മറിച്ചു ഇട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. കാരണം ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ നല്ല രീതിയിൽ അത് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി, നല്ല രീതിയിൽ ഫ്രൈ ആയി എടുക്കാൻ വേണ്ടി നമുക്ക് തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മൂംഗ് ദാലിൻ്റെ ഭജിയയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഭജിയ ഇവിടെ നല്ലതുപോലെ മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുമാണ് ചായയുടെ ഒപ്പം കഴിക്കാൻ. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.